നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും പുതിയ മോഡൽ ടൈൽസുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. വിശാലമായ ഗോഡൌൺ സൗകര്യം. സാനിയോ ടൈൽസ്, സാനിറ്ററി വെയർ, ചെട്ടിയറമ്മൽ, വണ്ടൂർ. മുഖ്യമന്ത്രിക്കായി കേസിക്കുള്ള പിന്തുണ തള്ളാതെ സന്ദീപ് വാര്യർ. മുകുൾ വാസ്നിക്കിന്റെ കയ്യിലുള്ള പട്ടികയുടെ ചിത്രം പുറത്തുവന്നത് കണ്ടിട്ടില്ലെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പം ഇന്ന് രാവിലെ മുതലുള്ള ഏറ്റവും വലിയ പ്രധാന ചർച്ച AICC നിരീക്ഷണമായിട്ടുള്ള മുകുൾ വാസ്നിക്കിന്റെ കയ്യിലൊരു ചിത്രമാണ്. ആ ചിത്രത്തിൽ സന്ദീപ് വാര്യർ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു എന്നതാണ് ചിത്രത്തിലുള്ളത്. അതിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. KCയുടെ താങ്കളുടെ പേരിന്റെ നേരെ KCയുടെ പേര് എഴുതിയിട്ടുണ്ട്. ആ ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. എല്ലാ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളിലും ഒരു ഇന്റേണൽ ഡെമോക്രസി ഉണ്ട്, ഒരു ആഭ്യന്തര ജനാധിപത്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ദൗർഭാഗ്യവശാൽ അത് ഇല്ലാത്ത രണ്ട് പ്രസ്ഥാനങ്ങളാണ് CPM ഉം BJP-യും. അവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഒരു കേന്ദ്രത്തിൽ നിന്നാണ്. CPM ആണെങ്കിൽ CPM-ന് ഒരു അധികാരം, ഒരു സെൻട്രൽ പവറുണ്ട്. ആ ഒരു പവർ സെൻറ്ററിൽ നിന്നാണ് തീരുമാനങ്ങൾ വരുന്നത്. BJP-ക്ക് ആണെങ്കിൽ നാഗ്പൂരിൽ നിന്നാണ് തീരുമാനങ്ങളൊക്കെ വരുന്നത്. അത് താഴെ തലങ്ങളിലേക്ക് യാന്ത്രികമായിട്ട് അനുസരിക്കുന്ന ആളുകളാണ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുള്ളതെങ്കിൽ കോൺഗ്രസ് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അത് കോൺഗ്രസിലെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തെയാണ് കാണിക്കുന്നത്. ഞങ്ങളൊക്കെ അഭിപ്രായം തേടിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങളൊക്കെ അഭിപ്രായത്തെ മതിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താ സൂചിപ്പിക്കുന്നത്? കോൺഗ്രസ് ഒരു വിശാലമായ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. അവരെല്ലാ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകൻ്റെയും ജനപ്രതിനിധിയൊക്കെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു മനോഹരമായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയല്ലേ? അതങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. ഞാനതൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യം, കോൺഗ്രസിനകത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ആഭ്യന്തര കാര്യമാണ്. അവിടെ വന്നൊരു ഇൻറ്റേർണൽ എക്സസൈസാണ്. ആ ഇൻറ്റേർണൽ എക്സസൈസിൽ എന്ത് പറഞ്ഞു എന്നുള്ളത് ആ പാർട്ടിയാണ് വിലയിരുത്തേണ്ടത്. ഞാൻ എന്ത് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ പുറത്ത് വന്ന ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലോ അതെന്ത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കത് സംബന്ധിച്ച് ഒന്നും പറയണ്ട. ഞാൻ ഇത്രേ പറയുന്നു. അല്ല, ആ ചിത്രത്തിൽ എന്താണ് എഴുതിയതെന്നോ അതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇത്രേ പറയുന്നു. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ഇത് പറയുന്നു. അതൊരു ഞാൻ പറയുന്നത് നിങ്ങൾ ആ പുറത്ത് വന്ന ചിത്രത്തിൻ്റെ വസ്തു എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നില്ല. എനിക്കിത്രയേ പറയാനുള്ളൂ. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പാർട്ടിയിൽ ഇത്തരമൊരു എക്സസൈസ് നടക്കുന്നു എന്നുള്ളത്, ഒരു ജനാധിപത്യപരമായിട്ടുള്ള പ്രക്രിയ നടക്കുന്നു എന്നുള്ളതിനെ നിങ്ങളൊക്കെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഇത് അതല്ലെങ്കിൽ എന്താ പറയുക, ഇതെങ്ങനെ ജനാധിപത്യ പാർട്ടിയായി മാറുക? ഈ തെരുവിലിറങ്ങി ഇഷ്ടപ്പെട്ട നേതാക്കൾക്ക് വേണ്ടി പ്രകടനം നടത്തുന്നതും അതിൻ്റെ പരിധിയിൽ വരും. എല്ലാം പാർട്ട് ഓഫ് ഡെമോക്രസി, അതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിം. അതെല്ലാം നടക്കും, അതൊക്കെ അങ്ങനെ നടക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഒരിക്കലുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നുമില്ലാതെ ഈ MLA-മാരുടെ ഒന്നും അഭിപ്രായം ചോദിക്കാതെ ഉള്ളൊരു തീരുമാനം ആണ് വരുന്നതെങ്കിൽ അതല്ലേ സത്യത്തിൽ തെറ്റായിട്ടുള്ള കാര്യം? ഇത് എല്ലാവരും അഭിപ്രായം കേൾക്കുക എന്നുള്ളത് ഒരു വേണമെങ്കിൽ പാർട്ടിക്ക് ഏകപക്ഷീയമായിട്ടൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ അത് ചെയ്യാതെ എല്ലാവരും അഭിപ്രായം കേൾക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. അതിൽ മറ്റുള്ളവർക്കും അഭിപ്രായം പറയാൻ വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. വോട്ട് ചെയ്ത ജനങ്ങളടക്കമുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവർക്കൊക്കെ അഭിപ്രായം പറയുന്നത് ഇന്ത്യ മഹാരാജ്യമല്ലേ? ഈ കോൺഗ്രസ് നേടിക്കൊടുത്ത ജനാധിപത്യ അവകാശങ്ങളല്ലേ ഇവിടെയുള്ളത്? ഈ നാടിന് ഇങ്ങനെ അഭിപ്രായം പറയാനും ഇങ്ങനെ പ്രകടനം നടത്താനും മുദ്രാവാക്യം വിളിക്കാനൊക്കെ സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മൈക്കുകൊണ്ട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം. പ്രകടനം നടത്തുന്നതിലൊന്നും തെറ്റില്ല. എന്ത് തെറ്റ്? ഞങ്ങൾ CPM-മാരെ നടപടിക്കുന്നതാണ് കരുതിയത്? ഞങ്ങളുടെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ട്. VS സ്റ്റാൻഡ് എന്നാണ് അതിൻ്റെ പേര്. ഓർമ്മയുണ്ടോ? പണ്ട് കേരളത്തിലുണ്ടായ പുകലൊന്നും ആരും മറന്നിട്ടില്ലല്ലോ. ആ പ്രശ്നമൊന്നും കോൺഗ്രസിലില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന മനോഹരമായിട്ടുള്ള സംവാദങ്ങളും പ്രകടനങ്ങളും ഒക്കെ ആശാസ്യകരമാണ്. പക്ഷെ അനാരോഗ്യകരമായിട്ടുള്ള പ്രവണതകളിലേക്ക് പോകരുതെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചില്ല. ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം എന്താ പറഞ്ഞത്. താങ്കളുടെ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെ പിന്തുണയുണ്ടായ വിജയത്തിൽ എന്ന് പറയുന്നുണ്ടല്ലോ. മുസ്ലിം ലീഗ് VD സതീശനാണല്ലോ സ്വാഭാവികമായിട്ട് ഈ ചർച്ചയിൽ പിന്തുണക്കുന്നത്. താങ്കളുടെ പേര് KCയുടെ ടിക്ക് വിട്ടിട്ടുണ്ട്. അല്ല, ഞാൻ നോക്കട്ടെ, അതെനിക്കറിയില്ല. ലീഗ് എന്ത് നിലപാടെത്തുമെന്ന് സംബന്ധിച്ച് എനിക്കറിയില്ല. ഞാൻ പറയട്ടെ, ലീഗ് എന്ത് നിലപാടെത്തും എന്നുള്ളത് എനിക്കറിയില്ല. ലീഗിൻ്റെ അഭിപ്രായം പറയാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണല്ലോ ലീഗുമായിട്ട് ആലോചിക്കുന്നത്. സ്വാഭാവികമാണ്. അതും കോൺഗ്രസിൻ്റെ ഒരു ബ്യൂട്ടി അല്ലേ? അത് ഇതിൻ്റെ UDF-ൻ്റെ ഒരു സൗന്ദര്യമല്ലേ? ചോദിക്കാൻ അഭിപ്രായം പറയും, എല്ലാവരും അഭിപ്രായം കേൾക്കണം. എല്ലാവരും അഭിപ്രായം പറയണമെന്നേ അവസാനം ആത്യന്തികമായിട്ടൊരു തീരുമാനം വരും. ആ തീരുമാനം ഞങ്ങളൊക്കെ അനുസരിക്കും. ശ്രീ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും ഇവിടെ പാണക്കാട് കൊടപ്പനക്കൽ തറവാടുന്ന സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എടുക്കുന്ന തീരുമാനം UDF-ൻ്റെ പ്രവർത്തകർ 100% അംഗീകരിക്കും. അതിലൊരു സംശയം ഒരാൾക്കും വേണ്ട. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ
വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങി വെക്കുന്നതാണ് നല്ലത്. UDF ഇലക്ഷൻ നേരിട്ടത്. അപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ എല്ലാ പാർട്ടികളുടെയും കൂടിയാണല്ലോ. അപ്പോൾ അതിൽ അഭിപ്രായം പറയുന്നതിൽ ഘടകകക്ഷികൾക്ക് അഭിപ്രായം പറയുന്നതിൽ പ്രശ്നമുണ്ടോ? കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യം മാത്രമാണ് മുഖ്യമന്ത്രി? അല്ല, അതൊരു പ്രോസസ്സാണ്. അത് കുറച്ച് നിങ്ങൾ ചോദിക്കുന്ന പോലെ ഈസി ആയിട്ട് പറയേണ്ട കാര്യമല്ല. അതൊരു പ്രോസസ്സാണ്. അതിൽ പല തലങ്ങളുണ്ടായിരിക്കുമല്ലോ. ഞാനൊരു പൊളിറ്റിക്കൽ സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ പറയാം. കോൺഗ്രസിൻ്റെ MLA-മാരുടെ അഭിപ്രായം സ്വാഭാവികമായിട്ടും നിർണായകമാണ്. ഒപ്പം സ്വാഭാവികമായിട്ടും സഖ്യകക്ഷികളുടെ അഭിപ്രായം ഹൈക്കമാൻഡ് തന്നെ കേട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ അത് സ്വാഭാവികമാണ്. അവർ അഭിപ്രായം സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും അഭിപ്രായം കേൾക്കും. അതിപ്പോൾ നിങ്ങൾ അഭിപ്രായം പറഞ്ഞാലും കേൾക്കും. ഞാൻ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായിട്ടും കേട്ടിട്ടുള്ള ആളാണ്. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് മറുപടി പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, നിങ്ങൾ പണ്ട് എന്നെ ഇതുപോലെ ഒരുപാട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വക്രീകരിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് പൂർണ്ണമായി കേൾക്കാതെ മറുപടി പറയാൻ അർത്ഥമില്ല. ആർക്കാണ് പിന്തുണ എന്നത് പുറത്തു പറയാനില്ല. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. MLA-മാരോട് അഭിപ്രായം ചോദിച്ചാണ് തീരുമാനം എടുക്കുക എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തനിക്ക് മുസ്ലിം ലീഗിനോടും പാണക്കാട് കുടുംബത്തോടും തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. മാത്യു കുഴൽനാടന്റെ ലീഗിനെതിരായ പ്രസ്താവന കണ്ടിട്ടില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വാരണാസിയിൽ മോദി വിയർത്ത് ജയിച്ചതുപോലെയാണ് ധർമ്മടത്ത് പിണറായിയും ജയിച്ചതെന്നും സന്ദീപ് പരിഹസിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഇപ്പോൾ വീനസ് സൈക്കിളിൽ വിഷു ഓഫറുകൾ. വീനസ് സൈക്കിൾ പാർക്ക് ആൻഡ് ടോയ്സ്, കാളികാവ് റോഡ്, വാണിയമ്പലം. ഫോൺ 9605 909338.